ശബരിമല സന്നിധാനത്ത് ഇന്ന് പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ്. ഇന്നും 80,000-ത്തിലധികം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. തിരക്ക് കുറയ്ക്കാൻ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പാതയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേക്കും. സന്നിധാനത്ത് നിന്ന് മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും. മഹേഷ്, ഇന്നും വലിയ ഭക്തജന തിരക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പം കുറവുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞയാഴ്ചയ്ക്ക് ഉണ്ടായതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ തീർത്ഥാടകർക്ക് നേരിടാനിടയുണ്ടോ? അത് നിയന്ത്രിക്കാൻ മുൻകരുതലുകൾ എന്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ആ തിരക്കിനോട് അടുത്തു നിൽക്കുന്ന ഒരു തിരക്കുണ്ടാവും. പക്ഷേ സന്നിധാനത്ത് ഇപ്പോൾ സുരക്ഷാ ജീവനക്കാർ, പോലീസ് ഇടപെട്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ തിരക്ക് നിയന്ത്രിക്കുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പാതയിൽ ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്യൂ കോംപ്ലക്സുകളിൽ ഒരല്പനേരം കാത്തു നിൽക്കേണ്ട സമയം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ശബരി പീഠം വരെ, അതായത് മരക്കൂട്ടവും കഴിഞ്ഞ് ഏതാണ്ട് ശബരി പീഠം വരെ തിരക്ക്, ഭക്തരുടെ നിര നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ സന്നിധാനത്ത് പോലീസ് കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ പോലെ ആ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായതുപോലെ ഒരു തിരക്ക് സന്നിധാനത്ത് ഒരു പക്ഷേ പ്രകടമായി ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇന്ന് ഒരു വ്യത്യസ്തമായ കാഴ്ച എന്ന് പറയുന്നത്, ഇന്നലെ ഈ സമയം വരെ ഏതാണ്ട് 8 മണി വരെ ഇന്നലെ ദർശനം നടത്തിയത് 23,000 പേരായിരുന്നു. പക്ഷേ അല്പസമയം മുൻപ് പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ 30,300 പേരാണ് 18-ാം പടി ചവിട്ടിയത്. 8 മണി വരെയുള്ള കണക്കാണ്. 30,300, അതായത് ഇന്നലെ രാവിലെ പടി കയറിയതിനേക്കാൾ ഏതാണ്ട് 7,000-ത്തിലധികം തീർത്ഥാടകർ ഇന്ന് രാവിലെ ശബരിമല സന്നിധാനത്തേക്ക് എത്തി. അതുതന്നെയാണ് ഇന്നലെയും നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ തിരക്ക് കാര്യമായി തന്നെ കൂടുമെന്നുള്ള ഒരു സൂചന പറഞ്ഞിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നടയടയ്ക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 15,000-ത്തിലധികം വരുന്ന തീർത്ഥാടകർ ഈ ശബരി പീഠം മുതൽ അല്ലെങ്കിൽ മരക്കൂട്ടം മുതൽ ഇങ്ങോട്ട് സന്നിധാനത്തേക്ക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 80,000-ത്തിലധികം പേരാണ് ഇന്നലെയും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത്. ഇന്നും വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി കാര്യങ്ങൾ പോകുന്നുണ്ട്. ദർശനത്തിന് മറ്റു തടസ്സങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു തിരക്ക് ഭക്തർക്ക് മറ്റേതെങ്കിലും തരത്തിലൊരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമില്ല. കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കാനനപാതയായ പുല്ലുമേട് വഴിയുള്ള യാത്രയാണ്. ഇന്നലെ ഒരല്പം, കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടുകൂടി ആ വഴിയുള്ള സഞ്ചാരത്തിൽ അതുവഴി അയ്യപ്പന്മാരെത്തുന്നത്, തീർത്ഥാടകരെത്തുന്നത് കുറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ഒരല്പം കൂടി. പക്ഷേ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് രാത്രിയാകുമ്പോഴേക്കും വലിയ കാറ്റും അതുപോലെ തന്നെ മഴയും വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ പാതയിൽ പോടൻപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് 2 ഇടങ്ങളിൽ മരം മുറിഞ്ഞു വീണിരുന്നു. മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല, തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ആ സഞ്ചാര പാതയിലാണ്. അതിപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അത് മുറിച്ചു മാറ്റി അവിടെ ആ റൂട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കാരണം അവിടെ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണവും കൂടും. ഒരു പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ഒരു ദിവസം ഒരു പക്ഷേ ഇന്നാകാം. കൃത്യമായ നിയന്ത്രണങ്ങൾ പമ്പയിൽ നിന്നിങ്ങോട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.